കല്യാണമായില്ലേ നിരന്തരമായി ചോദിച്ചു കഴിഞ്ഞാൽ ആരായാലും ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ. കാരണം അത് മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നൊരു ചോദ്യമാണ്. ഇത്തരത്തിൽ നമ്മളെ വേദനിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് ജോലിയൊന്നും ആയില്ലേ എന്നുള്ളത്. ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, കുറേ കാലമായില്ലേ പഠിക്കണം, ഇപ്പോഴും ജോലിയൊന്നും ആയില്ലേ? ജോലി കിട്ടാതെ പ്രയാസപ്പെട്ട് അലയുന്ന സമയത്തായിരിക്കും പലരുടെയും ഇത്തരം ചോദ്യങ്ങൾ. ഇവിടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ജോലി ലഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജോലി സെർച്ച് ചെയ്യുന്ന ആളുകൾക്ക് തിരിച്ചറിയേണ്ട, മനസ്സിലാക്കേണ്ട 5 കാര്യങ്ങളാണ്. നമ്മുടെ ലൈഫിൽ ഏറ്റവും ക്രൂഷ്യൽ ടൈം എന്ന് പറയുന്നത് ആഫ്റ്റർ പഠനത്തിന് ശേഷമുള്ള ജോബ് കിട്ടാൻ വേണ്ടി തിരയുന്ന സമയമാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ ഒരു ടൈമാണ്. കാരണം നമ്മളൊരു ട്രാൻസ്ഫർമേഷൻ നടക്കുകയാണ്. പഠനം, അത് കഴിഞ്ഞിട്ട് ജോബ് എന്ന് പറയുമ്പോൾ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തമാണ്. നമുക്ക് ഏറ്റവും അനുയോജ്യമായ ജോലിയായിരിക്കണം, നമുക്ക് സാറ്റിസ്ഫൈഡ് ചെയ്യാൻ പറ്റണം. പുതിയൊരു ജോബ് സ്ഥലത്ത് പോയിട്ട് ജോലി ചെയ്യുമ്പോൾ അവിടെ എങ്ങനെ ആയിരിക്കുമെന്ന് അറിയില്ല. ഇങ്ങനെ ഒരുപാട് ആശങ്കകളുള്ളൊരു സമയമാണ് ജോബ് സെർച്ചിങ് എന്ന് പറയുന്നത്. ഒരുപാട് കമ്പനിയിൽ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട് എന്നുള്ള വാർത്തകൾ കേൾക്കാം, പക്ഷേ നമുക്ക് അനുയോജ്യമായ ജോലി കിട്ടണില്ല. ഒരു സൂപ്പർ മാർക്കറ്റിൽ വാക്കിംഗ് ഇൻ്റർവ്യൂ നടക്കുകയാണെങ്കിൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ക്യൂ നിന്ന് രാവിലെ തന്നെ അവിടെ പോയി നിന്നിട്ടൊക്കെയാണ് ജോബിന് വേണ്ടി സെർച്ച് ചെയ്യണത്. സോ ജോബ് ഫൈൻഡിങ് എന്ന് പറയുന്ന ഒരു സ്കില്ല് തന്നെയാണ്. ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ജോലി തിരയുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ജോലിയാണ്. നമ്മൾ അങ്ങനെ തന്നെ കാണുക. ജോലി അന്വേഷിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗുഡ് ജോബ്. നമുക്ക് അനുയോജ്യമായ തൊഴിൽ യാതൊരു സംശയമില്ല നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്, അല്ലെങ്കിൽ ഈ രാജ്യത്തുണ്ട്, അല്ലെങ്കിൽ ഈ ലോകത്തുണ്ട്. അതിലേക്ക് എത്തുക എന്നുള്ളതാണ്, അത് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. കണ്ടെത്താൻ ഒരുപാട് വഴികളുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയകളും നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ, ഇതൊക്കെ അത് കണ്ടെത്താനുള്ള വഴികൾ തന്നെയാണ്. അങ്ങനെ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഗെറ്റ് റെഡി ആവേണ്ടതുണ്ട്. ഒരു നല്ല റെസ്യൂം തയ്യാറാക്കണം. നിങ്ങൾ ആരാണ് എന്ന് നിങ്ങളെ ജോലിക്ക് തിരഞ്ഞെടുക്കുന്ന ആൾക്ക് കൃത്യമായി മനസ്സിലാകുന്ന തരത്തിലായിരിക്കും നിങ്ങൾ റെസ്യൂം തയ്യാറാക്കേണ്ടത്. രണ്ടാമത്തത്, ഇറ്റ്സ് എ ഗെയിം. ഈ ജോലി അന്വേഷിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഗെയിം പോലെയാണ്. ഗെയിമിൽ വിജയം പരാജയം ഉണ്ടാവില്ലേ? നമ്മളൊരു ഫുട്ബോൾ കളിക്കുന്ന തോറ്റു കഴിഞ്ഞാൽ നമ്മൾ കച്ചറ ഉണ്ടാക്കുമോ? നമ്മൾ പിന്നെയും ഫുട്ബോൾ കളിക്കില്ലേ? അതുപോലെ റിജക്ഷൻ നമ്മൾ ഉൾക്കൊള്ളണം. ഇൻ്റർവ്യൂവിന് പോകുന്നു, ചിലപ്പോൾ പരാജയപ്പെടുമ്പോൾ ടെൻഷൻ അടിച്ച് ജോലിയൊന്നും കിട്ടണില്ല, മതി എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് വരുന്നതിന് പകരം എന്തുകൊണ്ടായിരിക്കും ഞാൻ പരാജയപ്പെട്ടത്, അവിടെ എന്തെങ്കിലും ഒരു അപ്സ്കിൽ ചെയ്യാനുണ്ടാകും. ആ അപ്സ്കില്ലിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ പോകാൻ. റിജക്ഷൻ ഇല്ലാതെ ആരും മുന്നോട്ട് പോയിട്ടില്ലല്ലോ. ആ റിജക്ഷനെ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുക. ജോലി നൽകുന്ന ഒരുപാട് ആളുകളുണ്ട്, ജോലിദാതാക്കളില്ലാത്തതിൻ്റെ കുറവൊന്നുമില്ല. പക്ഷെ അവിടേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ നമ്മളാണ് അതിനുള്ള വഴികൾ കണ്ടെത്തേണ്ടത്. രണ്ടാമത്തെ കാര്യം നെറ്റ്വർക്കിംഗ് ആണ്. നമുക്കറിയാം നെറ്റ്വർക്കിംഗ് ഈസ് എ നെറ്റ്വർത്ത് എന്നാണ്. നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നെറ്റ്വർക്കിംഗ് ആണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും സ്നാപ്പ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മളിങ്ങനെ അത് കണ്ട് ആസ്വദിച്ച് നമ്മുടെ സമയം കളയുന്നതിന് പകരം ലിങ്ക്ഡിൻ പോലെയുള്ള പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് ആളുകളുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരാൾ ലിങ്ക്ഡിനിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലോ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ അവിടെ ഹൂ യു ആർ എന്ന് കൃത്യമായി വരച്ച് കാണിക്കാൻ പറ്റണം. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഓരോ പോസ്റ്റും നിങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ സോഷ്യൽ മീഡിയയിലും എവിടെ ഇടുന്ന നിങ്ങളുടെ പോസ്റ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ നിങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ നിങ്ങളെ നാളെ തൊഴിലിനെടുക്കാൻ പോകുന്ന ആളുകൾ നിങ്ങളുടെ കമൻറ്റുകൾ കാണും, നിങ്ങളുടെ പോസ്റ്റുകൾ കാണും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ തൊഴിലിനെ ബാധിക്കും. സോ യു ആർ റെപ്രസെൻറ്റിങ് യുവർ ഐഡൻറ്റിറ്റി ഇൻ സോഷ്യൽ മീഡിയാസ്. അത് കൃത്യമായി മനസ്സിലാക്കുക. നെറ്റ്വർക്കിങ്ങിന് വേണ്ടി ആ അവസരങ്ങൾ ഉപയോഗിക്കുക. മൂന്നാമത്തത് ഇൻറ്റേൺഷിപ്പാണ്. നമുക്കറിയാം നമ്മളൊരു ജോബിന് കയറുന്നതിന് മുമ്പ് ആ ജോബിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റേൺഷിപ്പ് ഓപ്ഷൻസ് ഉണ്ടാകുമ്പോൾ നിങ്ങളത് ഉപയോഗിക്കണം. പലപ്പോഴും ഇൻറ്റേൺഷിപ്പിൻ്റെ ഓപ്ഷൻ കാണുമ്പോൾ പല ആളുകളും ചിന്തിക്കുക, ഞാനിപ്പോൾ അവിടെ പോയിട്ട് ജോലി ചെയ്തിട്ട് അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക, അല്ലാതെ എനിക്ക് വലിയ മെച്ചമൊന്നുമില്ലല്ലോ. ചിന്തിക്കരുത്. മേ ബി സാലറി കുറവായിരിക്കാം, മേ ബി നിങ്ങൾ പോകുമ്പോഴുള്ള നിങ്ങളുടെ യാത്രാ കൂലി മാത്രമേ കിട്ടുന്നുണ്ടാവുള്ളൂ. ബട്ട് നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്തൊരു ജോബിന് നൽകുന്ന കോൺഫിഡൻസും ആ ഇൻറ്റേൺഷിപ്പിൻ്റെ ആ സർട്ടിഫിക്കേഷനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇൻറ്റേൺഷിപ്പിനോട് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. നാലാമത്തത്, നിങ്ങളൊരു പ്രൊഫഷണൽ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഐ ആം എ പ്രൊഫഷണൽ, എനിക്കൊരു ജോബ് കിട്ടണം, ഞാനൊരു ജോബ് ചെയ്യാൻ പോകുന്ന ആളാണ്. അപ്പോൾ നിങ്ങളതിൽ ഡെവലപ്പ് ചെയ്യേണ്ട കുറച്ച് സ്കില്ലുകളുണ്ട്. ഒരു പ്രൊഫഷണൽ മൈൻഡ് സെറ്റിൽ ഡെവലപ്പ് ചെയ്യേണ്ട സ്കില്ല് ഒന്നും ഏറ്റവും പ്രധാനപ്പെട്ടത് കമ്മിറ്റ്മെൻറ്റാണ്. നമ്മൾ സാധാരണ ഒരാളോട് പറയുന്ന വാക്ക് പോലെയല്ല. ഇൻ്റർവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻ്റർവ്യൂവിന് സമയത്തെത്തണം. ഇനി അല്ല, വേറെ എന്തെങ്കിലും ഒരു റെസ്യൂം ഇന്ന ഡേറ്റിന് അയച്ചു കൊടുക്കാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് അയച്ചു കൊടുക്കണം. നിങ്ങളോട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അത് നിങ്ങൾ കൃത്യമായി നിങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളായിരിക്കണം. രണ്ടാമത്തത് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം.
മൂന്നാമത്തത് ഡിസിപ്ലിൻഡ് ആയിരിക്കും. ഇത് മൂന്നും ഒരു പ്രൊഫഷണൽ മൈൻഡ് സെറ്റിൽ, ഒരു പ്രൊഫഷണൽ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഡിസിപ്ലിനും റെസ്പോൺസിബിലിറ്റിയും കമ്മിറ്റ്മെൻറ്റും ഇത് മൂന്നുമാണ് നിങ്ങൾ ഏറ്റവും നല്ലൊരു പ്രൊഫഷണലാക്കി മാറ്റുന്നത്. സ്കില്ല് വേണം വേണ്ട എന്നല്ല, പക്ഷേ ഇത് മൂന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഒരുപാട് സ്കില്ലുകളായതുകൊണ്ട് കാര്യമില്ല. നിങ്ങളൊരു സ്ഥലത്തും കുറേ കാലം ജോബ് ചെയ്യാൻ കഴിയില്ല. ആൻഡ് ദെൻ ഫിഫ്ത്ത് വൺ, അഞ്ചാമത്തത്, പഠനങ്ങൾ തെളിയിക്കുന്നത് ഡിഗ്രിയോ പി ജിയോ കഴിയുന്ന 80% ആളുകളും അവർ തിരഞ്ഞെടുക്കുന്ന ജോബ് അവിടെ പഠനവുമായി ഒരു ബന്ധമില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ പഠനവുമായിട്ട് ബന്ധം ഉണ്ടാവണമെന്നില്ല നിങ്ങൾ എനിക്ക് ഒരു ജോബിന് പോകുമ്പോൾ. സോ ഡിഗ്രി കഴിഞ്ഞാലും പി ജി കഴിഞ്ഞാലും ഒരു തൊഴിലിടങ്ങളിൽ എത്തുമ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യാണ്. ആൻഡ് ദെൻ നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് എങ്കിൽ പോലും നിങ്ങൾ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ഒരു നല്ല ടീം പ്ലെയർ ആയിരിക്കണം. അപ്പോൾ ടീം പ്ലെയർ ആവാനുള്ള സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടാവണം. നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നന്നായി പ്രസൻറ്റേഷൻ നടത്താൻ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദെൻ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇന്ന് ഏതൊരു മേഖലയിൽ, പ്രത്യേകിച്ച് ഒരു ഇൻ്റർനാഷണൽ തലത്തിലേക്ക് പോകുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതൊക്കെ നിങ്ങളൊന്ന് സെറ്റാക്കിയിട്ട് നിങ്ങൾ ജോബിന് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഭയപ്പെടേണ്ടി വരില്ല ഇനിയും ജോലി കിട്ടിയില്ലേ എന്നുള്ള ചോദ്യം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടു മനസ്സിലാക്കി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതിനൊക്കെ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സ്കിൽ ഏജ്. സ്കിൽ ഏജിൽ വന്ന ഈ 5 സെറ്റാണ്. So if you want to join, please connect us.